നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് തൊഴിൽ വകുപ്പ് സംസ്ഥാനത്ത് നടത്തിവരുന്ന പരിശോധനയിൽ ലയങ്ങളുടെ ശോച്യാവസ്ഥ ഉൾപ്പെടെ 224 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതിനോടകം 75 തോട്ടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഇടുക്കിയിൽ. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കമ്മീഷനിംഗ് വൈകുന്നു. ഇതോടെ കാലവർഷത്തിൽ ദേവിയാർ പുഴയിലൂടെ തൊട്ടിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പാഴാകാനുള്ള സാധ്യത വർദ്ധിച്ചു. പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് 15 വർഷം മുമ്പ്. അതിഥി തൊഴിലാളികളുടെ 3 വയസ്സുള്ള മകളെ കാണാതായി 1.5 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളുടെ മകളെ കാണാതായത് എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്ത് നിന്ന്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ ദിവസം KSRTC ബസിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു. ഒരാഴ്ചക്കിടെ ദേശീയപാതയിലേക്ക് മരം വീണത് 3 തവണ. വിശദമായ വാർത്തകളിലേക്ക്. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് തൊഴിൽ വകുപ്പ് സംസ്ഥാനത്ത് നടത്തിവരുന്ന പരിശോധനയിൽ ലയങ്ങളുടെ ശോച്യാവസ്ഥ ഉൾപ്പെടെ 224 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതിനോടകം 75 തോട്ടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടാണ് തൊഴിൽ വകുപ്പ് സംസ്ഥാനത്ത് പരിശോധന നടത്തുന്നത്. ഇതിനോടകം 75 തോട്ടങ്ങളിൽ പരിശോധന പൂർത്തിയായതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. ലയങ്ങളുടെ ശോച്യാവസ്ഥ, ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ്, മറ്റ് തൊഴിൽ നിയമലംഘനങ്ങൾ എന്നിവയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പുതുതായി വീഴ്ചകൾ കണ്ടെത്തിയ സ്ഥലങ്ങളിലെല്ലാം വിശദാംശങ്ങൾ തൊഴിലുടമകളെ വ്യക്തമായി ധരിപ്പിച്ച് 15 ദിവസത്തിനകം പരിഹാരം കണ്ടെത്തുന്നതിന് നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ലയങ്ങളുടെ അടിയന്തര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആവശ്യമായ സ്ഥലങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തുന്നതിന് പ്ലാന്റേഷൻ ചീഫ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ മുൻകൈയെടുക്കണമെന്നും കമ്മീഷണർ നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ വിവിധ പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാരുടെ മേൽനോട്ടത്തിൽ നടത്തിയ പരിശോധനയിൽ ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. 25 പരിശോധനകളിലായി 54 നിയമലംഘനങ്ങളാണ് ഇടുക്കിയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരത്ത് 3 തോട്ടങ്ങളിലായി 4 നിയമലംഘനങ്ങൾ, കൊല്ലത്ത് 3 ഇടങ്ങളിൽ 30, പത്തനംതിട്ടയിൽ 3 ഇടങ്ങളിലായി 6, എറണാകുളത്ത് 10 ഇടങ്ങളിലായി 30, പാലക്കാട് 9 ഇടങ്ങളിലായി 51, കോഴിക്കോട് 8 ഇടങ്ങളിലായി 39, വയനാട്ടിൽ 14 എസ്റ്റേറ്റുകളിലായി 10 നിയമലംഘനങ്ങൾ എന്നിങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ പ്ലാന്റേഷൻ റിലീഫ് കമ്മിറ്റികൾ വഴി പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ലേബർ കമ്മീഷണർ അറിയിച്ചു. തോട്ടം തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷയും അവകാശ സംരക്ഷണങ്ങളും ഉറപ്പുവരുത്തുന്നത് ലക്ഷ്യമിട്ട് ലയങ്ങളുടെ ശോച്യാവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളം, റോഡ്, ചികിത്സാ സംവിധാനങ്ങൾ, അങ്കണവാടികൾ, കളിസ്ഥലം, കമ്മ്യൂണിറ്റി സെന്റർ, മറ്റ് തൊഴിൽ നിയമലംഘനങ്ങൾ എന്നിവ പ്രധാന പരിഗണനയാക്കി പ്ലാന്റേഷൻ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പ് പരിശോധന നടത്തിവരികയാണ്. ഇതിനായി വകുപ്പ് പ്രത്യേകം മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കിയിരുന്നു. തുടർ പരിശോധനകൾ ഉറപ്പാക്കുമെന്നും നോട്ടീസ് കാലാവധി തീരുന്ന മുറയ്ക്ക് പ്രശ്നപരിഹാരത്തിൽ പിന്നോട്ട് നിൽക്കുന്ന തോട്ടമുടമകൾക്കെതിരെ പ്രോസിക്യൂഷൻ അടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ലേബർ കമ്മീഷണർ അറിയിച്ചു. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കമ്മീഷനിംഗ് വൈകുന്നു. ഇതോടെ കാലവർഷത്തിൽ ദേവിയാർ പുഴയിലൂടെ തൊട്ടിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പാഴാകാനുള്ള സാധ്യത വർദ്ധിച്ചു. 15 വർഷം മുൻപാണ് പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. 2009 തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ ജോലികൾക്ക് തുടക്കമായത്. ദേവിയാർ പുഴയുടെ ഭാഗമായ വാളറയ്ക്ക് സമീപം തൊട്ടിയാറിൽ തടയണ നിർമ്മിച്ച പെരിയാറിന്റെ തീരത്ത് നീണ്ടപാറയിൽ നിർമ്മിച്ചിട്ടുള്ള നിലയത്തിൽ വെള്ളം എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും വിധമാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. 2009 207 കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ ടെൻഡർ നടപടികൾ നടന്നത്. എന്നാൽ പണികൾ പാതി വഴിയിൽ എത്തുന്നതിന് മുൻപായി കരാർ റദ്ദാക്കി. തുടർന്ന് 2018 എസ്റ്റിമേറ്റ് പുതുക്കിയ ശേഷം 280 കോടിക്ക് വീണ്ടും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങിയത്. തൊട്ടിയാർ മുതൽ 10 മൈലിന് സമീപം വരെയുള്ള പുഴയുടെ ഇരുകരകളിലുമായി 10 ഹെക്ടറോളം ഭൂമിയാണ് പദ്ധതിക്ക് വേണ്ടി വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതോടൊപ്പം വനം, റവന്യൂ വകുപ്പുകളിൽ നിന്ന്
പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയും ഏറ്റെടുത്തിരുന്നു. ദേവിയാർ പുഴയ്ക്ക് കുറുകെ 222 മീറ്റർ നീളത്തിലാണ് തടയണ നിർമ്മിച്ചിട്ടുള്ളത്. അനുബന്ധമായി 199 മീറ്റർ നീളത്തിൽ ടണലും 1250 മീറ്റർ ദൂരത്തിൽ പെൻസ്റ്റോക്കും സ്ഥാപിച്ചിട്ടുണ്ട്. 2.5 മീറ്ററാണ് പെൻസ്റ്റോക്കിന്റെ വ്യാസം. ആദ്യഘട്ട ഉദ്ഘാടനത്തിന് പിന്നാലെ 30 മെഗാവാട്ടിന്റെ ജനറേറ്റർ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയും വിധം നിർമ്മാണ ജോലികൾ അന്തിമഘട്ടത്തിലാണെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു. എന്നാൽ കാലവർഷത്തിന് തുടക്കമായിട്ടും പദ്ധതിയുടെ കമ്മീഷനിംഗ് വൈകുന്നത് തൊട്ടിയാറിലെ വെള്ളം പാഴാകാൻ കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതിഥി തൊഴിലാളികളുടെ 3 വയസ്സുള്ള മകളെ കാണാതായി 1.5 കിലോമീറ്റർ അകലിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളുടെ മകളെ എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തു നിന്നുമാണ് കാണാതായത്. മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളുടെ മകളെ എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തു നിന്നുമാണ് കാണാതായത്. പിന്നീട് കുട്ടിയെ 1.5 കിലോമീറ്റർ അകലെ നിന്നും നാട്ടുകാർ കണ്ടെത്തി ശാന്തൻപാറ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. പോലീസ് രക്ഷിതാക്കളെ കണ്ടെത്തി കുട്ടിയെ കൈമാറി. എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. 1.5 കിലോമീറ്റർ പ്രധാന റോഡിലൂടെ സഞ്ചരിച്ച കുട്ടിയെ ആരും കണ്ടിട്ടില്ല. എളുപ്പവഴിയിലൂടെ ഇത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ 2 തോടുകൾ മുറിച്ചു കടക്കണം. 3 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതിന് പരിമിതികളുണ്ട്. അതിനാൽ തന്നെ സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു. ഒരാഴ്ചക്കിടെ 3 തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലം പതിച്ചത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നു പോകുന്ന നേര്യമംഗലം വനമേഖലയിൽ ദേശീയപാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട്. പല മരങ്ങളും ഉണങ്ങിയതും ബലക്ഷയം വന്നതുമൊക്കെയാണ്. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി ഉയരുന്നതാണ്. കഴിഞ്ഞ ദിവസം KSRTC ബസ്സിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു. കൂടാതെ ഓട്ടോറിക്ഷ യാത്രക്കാർ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ്. റോഡ് സൈഡിലുള്ള ഉണക്കമരമൊക്കെ ഒന്ന് വെട്ടിക്കളയേണ്ടത് അത്യാവശ്യമാണ്. ഫോറസ്റ്റ് അധികാരികളാണ് മുൻകൈ എടുത്ത് വെട്ടിക്കളയേണ്ടത്. അല്ലെങ്കിൽ ഇനി ഇതുപോലെ ഇപ്പോൾ വണ്ടിയോട് ബ്ലോക്ക് വന്ന സമയത്താണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഏതെങ്കിലും വണ്ടിയുടെ അകത്ത് വീഴുകയോ ഭയങ്കര അപകടം ഉണ്ടാവുകയും ചെയ്യും. ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒടിയുന്ന സൗണ്ട് കിട്ടും. അന്നേരം ഇച്ചിരി ആപ്പയ്ക്ക് കൈ കൊടുത്തു നീങ്ങാന്ന് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ പുറകിൽ കഷ്ടി രക്ഷപ്പെട്ട് ഒന്ന് വന്നതാണ്. ഒരാഴ്ചക്കിടെ 3 തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലം പതിച്ചത്. പലപ്പോഴും വാഹനയാത്രികർ തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. മഴക്കാലത്ത് ജീവനും കയ്യിൽ പിടിച്ചാണ് വാഹനയാത്രികർ നേര്യമംഗലം വനത്തിലൂടെ കടന്നുപോകുന്നത്. ശക്തമായ മഴയിൽ ദേശീയപാതയിലേക്ക് മരം നിലം പതിച്ചാൽ യാത്രക്കാർ വനമേഖലയിൽ കുടുങ്ങും. കഴിഞ്ഞ മഴക്കാലത്ത് വനമേഖലയിൽ റോഡിലൂടെ വലിയ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതോടെ ആംബുലൻസുകളടക്കം വഴിയിൽ അകപ്പെട്ട സംഭവവും ഉണ്ടായിട്ടുണ്ട്. അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യമുയർന്നിട്ടും ക്രിയാത്മക ഇടപെടൽ ഉണ്ടാകാത്തതിൽ അമർഷം രൂപപ്പെട്ടിട്ടുണ്ട്. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും മധുര പലഹാര വിതരണവും നടന്നു. തുടർച്ചയായി 3ാം തവണ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വിജയത്തോടനുബന്ധിച്ചാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. 3ാം തവണയും അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയോടനുബന്ധിച്ചാണ് BJP അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും വാഹനജാഥയും മധുര പലഹാര വിതരണവും നടന്നത്. ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. BJP അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആഹ്ലാദ പ്രകടനവും DJ സംവിധാനത്തിലുള്ള മൈക്ക് വാഹനവും അതുപോലെ തന്നെ മധുര പലഹാരവും വിതരണം ചെയ്യുകയാണ്. നരേന്ദ്രമോദി സർക്കാർ 3ാമത് അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് വളരെ വലുതാണ്. നാട്ടിലുള്ള രാജ്യത്തെ ഇന്ത്യയിലുള്ള മുഴുവൻ ചെറിയ പാർട്ടികളെല്ലാം ഒത്തുചേർന്നുകൊണ്ട് NDAയുടെ നേതൃത്വത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് നരേന്ദ്രമോദിയുടെ കീഴിൽ അണിനിരുന്നു എന്നുള്ളതാണ് ഇലക്ഷന്റെ വിജയമെന്ന് പറയുന്നത്. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വാഹനജാഥ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പര്യടനം നടത്തി. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് OS ബിനു, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി VV പ്രമോദ്, ട്രഷറർ വിനോജ്, മണ്ഡലം കമ്മിറ്റി കോർഡിനേറ്റർ സജിൻ K നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. DYFI കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോബി ജോണി അനുസ്മരണം നടത്തി. കട്ടപ്പന EMS ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി DYFI ജില്ലാ പ്രസിഡന്റ് S സുധീഷ് ഉദ്ഘാടനം ചെയ്തു. DYFI കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കട്ടപ്പന EMS ഹാളിൽ വെച്ച ജോബി ജോണി അനുസ്മരണം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് S സുധീഷ് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഒരു സംശയവും കൂടാതെ
ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാൻ തന്റെ സംഘടന ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റിവെച്ച്, തന്റെ കുടുംബം രണ്ടാമതെന്ന് മാറ്റിവെച്ച്, തന്റെ ജീവിതത്തിലെ ഒരു ചെറുപ്പക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളോടും വിട പറഞ്ഞ് ഈ ഓഫീസിനകത്ത് അന്തി ഉറങ്ങിയിരുന്ന ആളാണ് ജോബിച്ചേട്ടൻ. ഇന്നൊരു ചെറുപ്പക്കാരനെ നമുക്കങ്ങനെ കണ്ടുകിട്ടില്ല. നമുക്ക് ജോബിച്ചേട്ടനെ കട്ടപ്പനയിൽ വരുമ്പോൾ ഒരു കാര്യത്തിന് കാണണമെങ്കിൽ സംശയിക്കുകയേ വേണ്ട. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി മറ്റെവിടെയെങ്കിലും പോയിട്ടില്ലെങ്കിൽ ഉറപ്പായും നമ്മുടെ പാർട്ടി ഓഫീസിൽ ഉണ്ടാവും ജോബിച്ചേട്ടൻ. തന്റെ യൗവനകാലം അത്രയും ഈ നാടിന്റെ പ്രശ്നങ്ങളിൽ സംഘടനക്കൊപ്പം ചേർന്നു നിന്ന് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏതൊരാവശ്യത്തിനും വിളിച്ചാൽ നമുക്ക് വിശ്വസിച്ച് വിളിക്കാൻ കഴിയുന്ന നമ്മുടെ സഹോദരനായിരുന്നു ജോബിച്ചേട്ടൻ. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ജോബി ജോണി 8 വർഷം മുൻപ് പ്രകൃതിക്ഷോഭത്തിലാണ് മരിച്ചത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജോബി എബ്രഹാം അധ്യക്ഷനായിരുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം KP സുമോദ്, ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ, അരുൺ ജോസഫ്, ഫ്രെഡി മാത്യു, NK അനീഷ്, അജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന NSS കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെയും ബാലസമാജത്തിന്റെയും വാർഷിക പൊതുയോഗം നടന്നു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന 2794 നമ്പർ NSS കരയോഗത്തിന്റെയും 1488 നമ്പർ ശ്രീ സരസ്വതി വനിതാ സമാജത്തിന്റെയും 1158 നമ്പർ മന്നം ബാലസമാജത്തിന്റെയും വിവിധ സ്വാശ്രയ സംഘങ്ങളുടെയും വാർഷിക പൊതുയോഗവും ആദരിക്കൽ ചടങ്ങുമാണ് നടന്നത്. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഹൈറേഞ്ച് NSS യൂണിയൻ പ്രസിഡന്റ് R മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനു വേണ്ടിയാണ് ഹൈറേഞ്ചിലെ നായർ സമൂഹം കഴിഞ്ഞ 2 വർഷമായി സമരം നയിക്കുന്നത്? എത്ര ലളിതമാണ് നമ്മുടെ ആവശ്യം. നമ്മൾ NSSന്റെ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് നടത്തണം. അതൊരു പുതിയ ആവശ്യമല്ല. ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്ത മന്നത്താചാര്യൻ വിഭാവനം ചെയ്ത ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടേത്. കട്ടപ്പന കരയോഗത്തിൻ്റെതായ നിയമാവലിയുണ്ട്. ആ നിയമാവലി രൂപപ്പെടുത്തിയത് KV വിശ്വനാഥനും ശശികുമാറും കൂടെയല്ല, മന്നത്താചാര്യൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മന്നത്താചാര്യൻ രൂപം കൊടുത്ത ഒരു ഭരണഘടന. ആ ഭരണഘടനയെ നമ്മൾ ബഹുമാനിക്കുന്നു. ആചാര്യ സ്മരണ ചൊല്ലുമ്പോൾ, ആചാര്യന്റെ പാദത്തിൽ തൊട്ട് വന്ദിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ഭരണഘടനയെ നമ്മൾ മാനിക്കുന്നു. പക്ഷേ NSSന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി ആ ഭരണഘടനയെ മാനിക്കുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ തിരിച്ചുള്ള ചിന്തയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. കൂടാതെ സ്കോളർഷിപ്പ് വിതരണവും നടന്നു. കരയോഗം പ്രസിഡന്റ് KV വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. MP ശശികുമാർ, ഉഷ ബാലൻ, AK സുനിൽകുമാർ, സുമാ രവീന്ദ്രൻ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരയും വിവിധ കലാപരിപാടികളും നടന്നു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാഞ്ചിയാർ കോവിൽമല വനസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. IFS ട്രെയിനി അരുൾ സെൽവം പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോവിൽമല വനസംരക്ഷണ സമിതിയുടെയും വന്യജീവി വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി നടന്നത്. കോവിൽമല VSF ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി IFS ട്രെയിനി അരുൾ സെൽവം ഉദ്ഘാടനം ചെയ്തു. ഇതോടൊപ്പം SSLC+2 ഡിഗ്രി TTC പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി. கண்டினியூ செய்தா இன்னும் வந்துட்டு நிறைய பேர் நல்லா படிப்பீங்க. ஸோ அது வந்துட்டு ஒரு நல்ல என்கரேஜ்மெண்டா இருக்கும். அப்புறம் இந்த VSS வந்துட்டு ஆல்சோ இது ஒரு நல்ல பிரிட்ஜ் பிட்வீன் ஃபாரஸ்ட் டிபார்ட்மெண்ட் அண்ட் லோக்கல் கம்யூனிட்டி. இது கம்யூனிட்டி ஆக்டிவிட்டீஸ்ல ஃபாரஸ்ட் டிபார்ட்மெண்ட் பார்ட்டிசிபேஷன் உண்டு. எனி இங்க வந்துட்டு லோக்கல்ல வந்துட்டு நல்ல ஃபாரஸ்ட் ப்ரொடெக்ஷனும் இன்க்ரீஸ் ஆகும். அதே சமயத்துல ஃபாரஸ்ட் டிபார்ட்மெண்ட் சப்போர்ட்டும் கூடும். லைவ்லிஹுட் ஜெனரேஷன்ல, எக்கோ டூரிசம்ல நிறைய ஆக்டிவிட்டீஸ்ல வந்துட்டு ஃபாரஸ்ட் டிபார்ட்மெண்ட் பார்ட்டிசிபேஷன் இருக்கும். ஸோ VSS ஆக்டிவிட்டீஸ் கண்டினியூ ஆகும். ஃபாரஸ்ட் டிபார்ட்மெண்ட் சப்போர்ட் எப்பவும் இருக்கும். തുടർന്ന് നടന്ന പരിപാടിയിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം VR ആനന്ദൻ അധ്യക്ഷനായിരുന്നു. VSS പ്രസിഡന്റ് ജീമോൻ അഴകംപറമ്പിൽ, സെക്രട്ടറി സജീഷ് രാജ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. 2023-24 അധ്യയന വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദൈവാലയ അങ്കണത്തിൽ വെച്ചാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. ഇടവകയിലെ യുവജന സംഘടനയായ UCYMയുടെ നേതൃത്വത്തിലാണ് 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത് ഇവിടെ വാങ്ങിക്കുന്നതിന് വന്നിരിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സഭയെ സ്നേഹിക്കുന്നവരാണ് കുട്ടികളുടെ നാളത്തെ തലമുറകളായ കുട്ടികളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് അവർ നമ്മളോട് ഇത്രയും ഉത്തരവാദിത്തത്തോടുകൂടി കരുതുമ്പോൾ കുട്ടികളായി നമുക്ക് ഓരോരുത്തർക്കുമുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ആത്മാർത്ഥതയുള്ളവരായിരിക്കുക. നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സമൂഹത്തോട്, നമ്മുടെ മാതാപിതാക്കളോട്, അതോടൊപ്പം തന്നെ സഭയോട് ആത്മാർത്ഥതയുള്ളവരായിരിക്കുക. രണ്ട്, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഭാവി ജീവിതം രൂപപ്പെടുത്തുക എന്നുള്ളൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ നടക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഇടവകയിലെ 6 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്തു. സൺഡേ സ്കൂളിലെ +2 വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും പഠനോപകരണങ്ങളും നൽകി. ഇടവക വികാരി ഫാദർ ജിജിൻ ബേബി അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ മലങ്കര സഭയുടെ കോട്ടയം പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ് പ്ലാത്തറയിൽ, ഇടവക ട്രസ്റ്റി എബ്രഹാം കുര്യാക്കോസ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോർജ് ജോസഫ്, യുവജന പ്രസ്ഥാനം യൂണിറ്റ് സെക്രട്ടറി ജിതിൻ പി ജേക്കബ്, വൈസ് പ്രസിഡന്റ് ജോബിൻ വർഗീസ് എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കട്ടപ്പന വെട്ടിക്കുഴിക്കവല ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കാൽവരി മൗണ്ട് കാൽവരി സ്കൂൾ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ PD തോമസ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി ക്ലാസ് നയിച്ചു. ഇപ്പം ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞ് വ്യത്യസ്ത ആൾക്കാർ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തവരൊക്കെ കണ്ടേക്കാം. ആണല്ലോ, അതാണ് രീതി. എന്നാൽ ഒരുമിച്ചിരിക്കാനുള്ള ഒരു കൂട്ടായ്മ, ഒരു അധ്യാപകമാണ് സ്കൂളിലെ അങ്ങനെയാണ്. അതുപോലെ അതേ സമയത്ത് നമ്മുടെ പൊതുസ്ഥാപനങ്ങളായ ഒരു ദേവാലയത്തിലോ ഒരു അമ്പലത്തിലോ ഒന്നും അവർ ആ വിഭാഗം ആൾക്കാർ പങ്കെടുക്കും. നമ്മുടെ ഈ പൊതുസ്ഥാപനം എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കാരണം എല്ലാവരും പങ്കെടുക്കുന്നില്ല. ഒരു സ്കൂള് പോലെ, ഒരു പഞ്ചായത്ത് ഓഫീസ് പോലെ, ഒരു പോസ്റ്റ് ഓഫീസ് പോലെ ഒരു സ്ഥാപനമാണ് ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾ. SSLC +2 ജർമ്മൻ പരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ നഗരസഭാ കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ മൊമന്റോ നൽകി അനുമോദിച്ചു. അത് ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കും, ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കും, അത് ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കും, അത് ഒരു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കും, അത് 5 വർഷമാകും, 10 വർഷമാകും, 15 25 വർഷം പൂർത്തീകരിക്കും. ഓരോരുത്തരെയും അഭിലാഷങ്ങൾക്കും ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ വർഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ കൃത്യമായ മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ പട്ടം കണ്ടിട്ടുണ്ട്. പട്ടം ആകാശത്തിലൂടെ പറന്നു നടക്കുമ്പോൾ നമുക്കൊരു കടിഞ്ഞാണുള്ള പട്ടത്തെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ പട്ടത്തിന് ഒരു കൃത്യമായ കടിഞ്ഞാണില്ല എങ്കിൽ നമുക്ക് ആ പട്ടത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല. അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യബോധങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കളപ്പുര അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചുറ, അസോസിയേഷൻ സെക്രട്ടറി സിബി കിഴക്കേൽ, റൂബിൻ കോട്ടക്കുഴി, വിജി ഐസക് ചിറക്കടവിൽ, ഉല്ലാസ് തുണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ അസോസിയേഷനിലെ 50ഓളം കുടുംബങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഫാദർ ബെന്നി മാമലശ്ശേരിയുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ജൂബിലി ആഘോഷം കട്ടപ്പനയിൽ നടന്നു. UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന സെന്റ് മേരീസ് ജ്ഞാനായ ദേവാലയത്തിൽ ഫാദർ ബെന്നി മാമലശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ ഞങ്ങൾ പാനത്തിൽ ഗുണമുണ്ടാക്കുന്നതായ ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനോ കാരണമായി തീരരുത്. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷിക്കമായി ഭവിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
UDF ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവർക്ക് മാത്രമേ പൗരോഹിത്യ വൃത്തിയിലേക്ക് കടക്കാൻ കഴിയും. അതൊരു വലിയ ദൈവനിയോഗമാണ്. അത് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന ഒന്നല്ല. നമ്മുടെ സമൂഹത്തിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ആളുകളാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ. അവരെ ദൈവികമായ വലിയ ഒരു ദൗത്യമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യ നിർവഹണത്തിലേക്ക് അവർ പോകുമ്പോൾ തീർച്ചയായും അവർ ആ ഒരു ആധ്യാത്മികമായ ഒരു നിറവിലാണ്, അല്ലെങ്കിൽ ദൈവികമായ ഒരു നിറവിലാണ് അവർ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. ആ പൗരോഹിത്യ ശുശ്രൂഷയിൽ പ്രവേശിക്കുന്ന ആളുകൾ ആ ഒരു ശുശ്രൂഷ നന്നായിട്ട് ചെയ്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അതൊരു ദൈവത്തിൻ്റെ വലിയ പരിപാലനയുണ്ട് എങ്കിൽ മാത്രമേ അത് കൊണ്ടുപോകാൻ കഴിയൂ. നമുക്കറിയാം, ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ ഒരു വൈദികനായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും വളരെ വലുതാണ്. ഇന്നത്തെ ലോകത്തിൽ ഉണ്ടാവുന്ന ആ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് എതിരെ നിൽക്കുന്ന ആ വെല്ലുവിളികളെ ഒക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ വലിയ ദൈവപരിപാലന ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇടവക വികാരി ഫാദർ അന്ത്രിയോസ് അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർമാരായ ജോയി ആണിത്തോട്ടം, സിജു ചക്കുമൂട്ടിൽ, ഷാജി കുത്തോടി, സുവിശേഷ സമാജം സെക്രട്ടറി ജിജി കറുകയിൽ, ജ്ഞാനായ അസോസിയേഷൻ അംഗം PT മാത്തുക്കുട്ടി, ഇടവക സെക്രട്ടറി MA സൈമൺ, ബിനു രാഗേഷ്, K രാജു, മാരാംപറമ്പിൽ, റിഞ്ചു രാജു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. 41 വർഷത്തെ സേവനത്തിന് ശേഷം പോസ്റ്റൽ സർവീസിൽ നിന്നും വിരമിച്ച G സുനിലിന് യാത്രയയപ്പ് നൽകി. നാഷണൽ ഫെഡറേഷൻ ഓഫ് പോസ്റ്റൽ എംപ്ലോയീസ് ഇടുക്കി ഡിവിഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. NFPE സംസ്ഥാന കൺവീനർ PK മുരളീധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 വർഷമായി കട്ടപ്പന ഹെഡ് പോസ്റ്റ് മാസ്റ്ററായിരുന്ന G സുനിൽ കഴിഞ്ഞ 31-നാണ് വിരമിച്ചത്. കഴിഞ്ഞ 41 വർഷമായി ഇടുക്കി ജില്ലയിലും തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിലും ജോലി ചെയ്തതിനു ശേഷമാണ് വിരമിക്കൽ. 10 വർഷത്തിലധികം ഇടുക്കി പോസ്റ്റൽ ഡിവിഷൻ മാർക്കറ്റിംഗ് ഹെഡ്, പോസ്റ്റൽ ട്രെയിനിംഗ് സെന്റർ അധ്യാപകൻ, പീരുമേട്, മൂന്നാർ സബ് ഡിവിഷൻ ഇൻസ്പെക്ടർ, നെടുങ്കണ്ടം, കുമിളി, തൃശൂർ, കട്ടപ്പന പോസ്റ്റ് മാസ്റ്റർ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, തൃശൂർ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയ സംഘടനാ ചുമതലകളും അദ്ദേഹം വഹിച്ചു. വിരമിച്ച G സുനിലിന് വിപുലമായ യാത്രയയപ്പാണ് NFPE യൂണിയൻ സംഘടിപ്പിച്ചത്. കട്ടപ്പന ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം NFPE സംസ്ഥാന കൺവീനർ PK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. സഖാവ് സുനിലിനെ കുറിച്ച് നിങ്ങളോട് അധികം പറയേണ്ട കാര്യമില്ല. ഔദ്യോഗിക രംഗത്ത് തന്നെ ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായി പൂർത്തിയാക്കുന്ന, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു പൊതുജന സേവന രംഗമാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഏറ്റവും നന്നായി ജോലി ചെയ്യുന്ന, സഹപ്രവർത്തകരെയൊക്കെ നന്നായി ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു നല്ല ജീവനക്കാരനാണ്. ഇപ്പോൾ കട്ടപ്പനയിൽ പോസ്റ്റ് മാസ്റ്റർ തസ്തികയിൽ നിന്ന് പോസ്റ്റ് മാസ്റ്റർ ഗ്രേഡ് പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് മാസ്റ്ററായിട്ട് മാറിയത്. അല്ലെങ്കിൽ പോസ്റ്റ് മാസ്റ്റർ ആവില്ല ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച്. നാളെ ചെറുപ്പക്കാരൊക്കെ വിഷ്ണു ആയാലും അഭയായാലും ഒക്കെ പെട്ടെന്ന് പോസ്റ്റ് മാസ്റ്റർമാരാകാൻ പറ്റുന്ന ഒരു കാഡർ റീസ്ട്രക്ചറിങ് ഒക്കെ നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ മേഖലയിൽ. ഇപ്പോൾ സംഘടനയുടെ ഇടപെടൽ മൂലം. പക്ഷെ ഞങ്ങളുടെയൊക്കെ കാലത്ത് സർവീസിൽ വന്ന ആളുകൾ ഇങ്ങനെ ചില പരീക്ഷയൊക്കെ എഴുതി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം തസ്തികകളിൽ നിന്ന് വിരമിക്കാൻ കഴിയുന്നുള്ളൂ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഔദ്യോഗിക ജോലിയിൽ ഏറ്റവും നന്നായി ജോലി ചെയ്യുകയും നിയമങ്ങളൊക്കെ നന്നായി പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലെ പിശകുകളൊക്കെ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യുന്ന ആളാണ് നമ്മുടെ പ്രിയ സഖാവ്. സ്വാഗത സംഘം ചെയർമാൻ സജി ജോസഫ് അധ്യക്ഷനായിരുന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് VR സജി മുഖ്യപ്രഭാഷണം നടത്തി. രാജേഷ് T മന്നത്ത്, MP സതീശൻ, തങ്കരാജ്, TD ജോസ്, A രാമചന്ദ്രൻ, PP രാകേഷ്, രാഹുൽ R തുളസീധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു.
കട്ടപ്പന വലിയപാറ ADSന്റെ വാർഷിക ആഘോഷം സംഘടിപ്പിച്ചു. കലാരഞ്ജിനി വായനശാലയിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വലിയപാറ ADSന്റെ വാർഷിക ആഘോഷമാണ് കലാരഞ്ജിനി വായനശാലയിൽ സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് ജില്ലാതല ക്വിസ് മത്സരത്തിൽ 1ഉം 2ഉം സമ്മാനം കരസ്ഥമാക്കിയ ഷീന മോൾ, ആദിത്യ എന്നിവർക്കും നഗരസഭാ ചെയർപേഴ്സൺ, വാർഡ് കൗൺസിലർ, CDS ചെയർപേഴ്സൺ എന്നിവരെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. വാർഷികാഘോഷം നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. CDS പ്രസിഡന്റ് രത്നമ്മ സുരേന്ദ്രൻ, ലിസി പന്നാംകുഴി, അമ്പിളി, ഷാന്റി രാജൻ, ശൈലമ്മ സോമൻ, മിനി സജി എന്നിവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മാസങ്ങൾക്ക് മുമ്പ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾക്കിനിയും സർക്കാർ സഹായം ലഭ്യമായില്ലെന്ന് പരാതി. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കാട്ടാന ആക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റത്. സംഭവത്തിൽ അന്നൊരാൾ മരിക്കുകയും ചെയ്തു. സംഭവം നടന്ന് 2 മാസങ്ങൾ പിന്നിടുമ്പോഴും പരിക്കേറ്റ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ്. സഹായം വൈകുന്നതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 27-ാം തീയതി രാത്രിയിലാണ് കന്നിമല ടോപ്പ് ഡിവിഷനിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ യസുക്കി രാജ, ഭാര്യ രചന എന്നിവർക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരിക്കുകയും ചെയ്തു. സംഭവം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും പരിക്കേറ്റ യസുക്കി രാജയ്ക്കും ഭാര്യ രചനയ്ക്കും ഇനിയും സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല. യസുക്കി രാജയുടെ കാൽമുട്ടുകൾക്കും പല്ലിനും പരിക്ക് സംഭവിച്ചിരുന്നു. ഭാര്യ രചനയുടെ കാലിനും പരിക്കേറ്റു. സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു. ഇപ്പോഴും ഇവരുടെ തുടർ ചികിത്സ നടന്നുവരുന്നതായി പൊതുപ്രവർത്തകർ പറയുന്നു. കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് മൂന്നാർ കന്നിമലയിലുണ്ടായ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും അതോടുകൂടെ കാട്ടാന ആക്രമണത്തിൽ ആ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന യസക്കിയുടെ കുടുംബം, ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു കുട്ടിയടക്കം ആ കുടുംബത്തിലുണ്ടായിരുന്ന യസക്കിയുടെ കുടുംബത്തിൽ പരിക്കേൽക്കുകയും അവർ മൂന്നാർ ജനറൽ ഹോസ്പിറ്റലിൽ ആഴ്ചകളായി ചികിത്സയിലിരിക്കുകയും പിന്നീട് വീട്ടിലെത്തുകയും ചെയ്തു. എന്നാൽ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും നാളിതുവരെയായിട്ടും ആ കുടുംബത്തിന് 10 പൈസയുടെ സഹായം പോലും ചെയ്തിട്ടില്ല. അവർ ഇന്നും അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ കാട്ടാന ആക്രമണമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ നാളിതുവരെയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ച അവർക്ക് അടിയന്തരമായി കൊടുക്കേണ്ട സഹായത്തിനുള്ള പൈസ പോലും, ഇല്ലെങ്കിൽ സഹായം പോലും ഇതുവരെ ഈ ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തിട്ടില്ല. ഇതിനെതിരെ ഉടനടിയായിട്ട് അവരുടെ കുടുംബത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ യസക്കിയുടെ കുടുംബ സഹിതം കൊണ്ടുവന്ന് ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വെച്ച് സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. തോട്ടത്തിൽ തൊഴിലിന് പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് ദമ്പതികൾ പറഞ്ഞു. കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചിലവിനുമൊക്കെയുള്ള പണം ഉണ്ടാകണം. അതിന് പുറമെയാണിപ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ട സാഹചര്യമുള്ളത്. കാട്ടാന ആക്രമണത്തിൽ പരിക്ക് സംഭവിക്കുന്നവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാര തുക ഇനിയും വൈകാതെ തങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തോട്ടം തൊഴിലാളികളുടെ അവകാശ സംരക്ഷണവും ലയങ്ങളുടെ സുരക്ഷിതാവസ്ഥയും ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് തൊഴിൽ വകുപ്പ് സംസ്ഥാനത്ത് നടത്തിവരുന്ന പരിശോധനയിൽ ലയങ്ങളുടെ ശോച്യാവസ്ഥ ഉൾപ്പെടെ 224 നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഇതിനോടകം 75 തോട്ടങ്ങളിൽ പരിശോധന പൂർത്തിയാക്കിയതായി ലേബർ കമ്മീഷണർ അർജുൻ പാണ്ഡ്യൻ. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് ഇടുക്കിയിൽ. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ കമ്മീഷനിംഗ് വൈകുന്നു. ഇതോടെ കാലവർഷത്തിൽ ദേവിയാർ പുഴയിലൂടെ തൊട്ടിയാറിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം പാഴാകാനുള്ള സാധ്യത വർദ്ധിച്ചു. പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത് 15 വർഷം മുമ്പ്.
അതിഥി തൊഴിലാളികളുടെ 3 വയസ്സുള്ള മകളെ കാണാതായി 1.5 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്നും അന്വേഷണം വേണമെന്നും ആവശ്യം. മധ്യപ്രദേശ് സ്വദേശികളായ ദമ്പതികളുടെ മകളെ കാണാതായത് എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്ത് നിന്ന്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. കഴിഞ്ഞ ദിവസം KSRTC ബസിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു. ഒരാഴ്ചക്കിടെ ദേശീയപാതയിലേക്ക് മരം വീണത് 3 തവണ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.